ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, നിന്നെ ചുട്ടരിക്കാൻ ശക്തിയുള്ള ഒരു മാട്ടപ്പാപമുണ്ട്. മാട്ടപ്പാപം ഒരു സംസാര ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു കാര്യം. ദൈവമക്കൾ മാട്ടപ്പാപമായിട്ട് കാണേണ്ട ഒരു പാപമുണ്ട്. ആ പാപം നിന്നെ ചുട്ടരിക്കും. ഒരിക്കൽ മനുഷ്യൻ വേറൊരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്, നീ എന്ത് മാട്ട സാധനം അടിച്ചിട്ടാണ് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവന് മദ്യപിച്ചിരുന്നു. അതെന്തോ വില കുറഞ്ഞ അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം, അതുകൊണ്ടാണ് മാട്ട സാധനം. നീ എന്ത് മാട്ട സാധനം അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അതാണ് അവൻ ചോദിച്ചത്. പക്ഷെ പിന്നീട് ഒരു കാര്യം പുറത്തു വന്നു. ഈ ചോദ്യം ചോദിച്ച മനുഷ്യൻ, പുള്ളി കുടിക്കുന്നതൊക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള മദ്യമായിരിക്കാം, പക്ഷേ ആ മനുഷ്യൻ കൂടോത്രത്തിൻ്റെ ഉസ്താദാണ്. ശരിക്കും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, മാട്ടപ്പാപം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ചെയ്ത പാപമാണ്, അതല്ലാതെ ആ മദ്യപിച്ച വ്യക്തി ചെയ്ത പാപമല്ല. അവൻ മാട്ട സാധനമാണ് അടിച്ചെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ വ്യക്തി ചെയ്ത പാപമാണ് ശരിക്കും മാട്ടപ്പാപം. അത് നമുക്ക് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്, നമ്മുടെ കണ്ണ് കലങ്ങുന്നതാണോ അതോ കരൾ കരിയുന്നതാണോ കൂടുതൽ ഭയാനകം? മാട്ട സാധനമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ണ് കലങ്ങാം, അത് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാട്ടപ്പാപം, ഒന്നാം കൽപ്പനയുടെ ലംഘനം, അതുമൂലം നമ്മുടെ കരൾ കരിഞ്ഞു പോകും, നമ്മുടെ ആത്മീയത കരിഞ്ഞു പോകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഏതാനും വചനങ്ങളിലൂടെ കടന്നു പോകാം. സുഭാഷിതങ്ങൾ 23:29 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ആരുടെ കണ്ണാണ് കലങ്ങിയിരിക്കുക, ആരുടെ കണ്ണാണ് ചുവന്നിരിക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഉത്തരം അവിടെ പറഞ്ഞിട്ടുണ്ട്, വീഞ്ഞ് കുടിച്ച് സമയം പോക്കുന്നവൻ, അവൻ്റെ കണ്ണ് ചുവന്നിരിക്കും, അവൻ്റെ കണ്ണ് കലങ്ങിയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മദ്യപന്മാരിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണാറുള്ള ചില കാര്യങ്ങളാണ്. തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ മാട്ട സാധനമൊക്കെ അടിച്ച മദ്യപന്മാർ അവർ വിചിത്ര കാഴ്ചകൾ കാണും, അതുപോലെ തന്നെ വികടത്വം ജൽപ്പിക്കും. മദ്യപാനികളുടെ സംസാരങ്ങൾ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലുണ്ടോ? ഇനി ചില കുടുംബങ്ങളിൽ അവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, മദ്യപിച്ചു വന്ന ഒരു വ്യക്തിയുടെ മാട്ട വർത്താനം. ഇനി വികടത്വം ജൽപ്പിക്കുന്നത്, അത് കേട്ടിരിക്കുന്നവർ കുടിച്ചിട്ടൊന്നുമില്ല, അവർ സ്വതമുള്ളവരാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് ഉൾക്കൊള്ളണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഞാൻ അവർ കുടിച്ചവരാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ഇങ്ങനെ ഈ വില കുറഞ്ഞ മദ്യം കഴിച്ച് കണ്ണ് കലങ്ങി വികടത്വം ജൽപ്പിക്കുന്ന വ്യക്തികളെക്കുറിച്ച് നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 23:21 വചനം കൂടി എടുത്താൽ, മത്ത് പിടിച്ച് ഉറങ്ങുന്നവൻ, ഇങ്ങനെ മാട്ട സാധനമൊക്കെ അടിച്ച് ഉറങ്ങുന്നവർക്ക് വരാവുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ കീറത്തുണി ഉടുത്ത് നടക്കേണ്ടി വരും. ഒരുപക്ഷെ അവൻ്റെ മക്കള് കീറത്തുണി ഉടുത്ത് നടക്കുന്നത് അവൻ കാണേണ്ടി വരും. ഈ ഒരു മദ്യപാനം എന്ന വിപത്ത് മൂലം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഞാൻ ഒരു ഫയലിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയിൽ വന്ന ഒരു പങ്ക്തി, കരൾ കരിയും കേരളം. എത്രയോ പേരുടെ കരൾ ഈ അമിതമായിട്ടുള്ള മദ്യപാനം മൂലം കരിയുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തെളിവ് സഹിതം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല അറിവുള്ളവർ അവിടെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ കണ്ട ആ മാട്ടപ്പാപം, നമ്മുടെ ആത്മാവിനെ കരിക്കുന്ന മാട്ടപ്പാപം. നമ്മൾ കാണുന്നുണ്ട് 2 രാജാക്കന്മാർ 17-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം വായിച്ചാൽ, 2 രാജാക്കന്മാർ 17:12 ദൈവം വിലക്കിയ ഒരു പാപമാണ് വിഗ്രഹാരാധന. ദൈവം വിലക്കിയിരിക്കുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 47:12 വായിച്ചാലോ, ചെറുപ്പം മുതൽ നിങ്ങൾ അനുവർത്തിച്ചു പോന്ന മാന്ത്രിക വിദ്യകൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ തുടർന്നാൽ എന്ത് സംഭവിക്കും? അവ നിങ്ങളിൽ ഭീതി ജനിപ്പിച്ചേക്കാം, താൽക്കാലികമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷെ ഓർക്കണം, താൽക്കാലികമായ നേട്ടം, താൽക്കാലികമായ പ്രശ്നപരിഹാരം നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷെ അതിന് ശേഷം വരുന്ന എന്താണ്? അവ നിന്നെ വൈക്കോൽ തുരുമ്പ് പോലെ കത്തിച്ചാരമാക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആത്മീയത ചുട്ടരിക്കുന്ന ഒരു മാട്ടപ്പാപമായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഒന്നാം കൽപ്പനയുടെ ലംഘനം, വിഗ്രഹാരാധന. ഏതാനും ചില വചനങ്ങൾ കൂടി എടുത്താൽ, 2 രാജാക്കന്മാർ 21 13-ാമത്തെ വചനം എടുത്താൽ, ഈ പാപം ചെയ്യുന്നവർ കഴുകി കമഴ്ത്തിയ പാത്രം പോലെയാകും. ഇതൊക്കെ ഏതവസ്ഥയിൽ അവർ ചെന്നെത്തും എന്നുള്ളത്
ഉൽപ്പത്തി 19-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ സോദോം ഗൊമോറ തീയും ഗന്ധകവും ഇറങ്ങി അത് ആ സ്ഥലങ്ങൾ ചുട്ടരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ പാപം ഇസ്രായേൽക്കാർ എത്രയോ പ്രാവശ്യം അവരെ ദൈവം വിലക്കിയിട്ടും വിഗ്രഹാരാധന, അന്യദൈവാരാധന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി അവരുടെ പ്രൗഢി, അതുപോലെ തന്നെ മറ്റുള്ളവരെ തുണയ്ക്കാൻ അവർ വിസമ്മതിച്ചത്, ഇതെല്ലാം പാവങ്ങളെ തുണയ്ക്കാൻ വിസമ്മതിച്ചതെല്ലാം ഈ ഒരു നാശത്തിന് കാരണമായി എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സംഖ്യ 16 35-ാമത്തെ വചനം എടുത്താൽ സംഖ്യ 16:35 ധൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന 250 പേരെ കർത്താവ് അഗ്നി ഇറക്കി ദഹിപ്പിച്ചു. അവര് ദൈവത്തെ മറന്ന് സത്യദൈവത്തെ വിട്ടിട്ട് അന്യദൈവാരാധന, ധൂപാർച്ചന, അവരുടെ മേൽ അഗ്നി ഇറങ്ങി അവര് ദഹിക്കപ്പെട്ടു എന്നുള്ളത് സംഖ്യ 16:35 നമ്മൾ കാണുന്ന. പ്രഭാഷകൻ 23 16-ാമത്തെ വചനം എടുത്താൽ മറ്റൊരു പാപം ജഡിക പാപം. ജഡിക പാപത്തിൽ നമ്മൾ കുടുങ്ങിക്കിടന്നാൽ അവസാനം നമ്മുടെ ജീവിതം സാരമായി മാറും എന്നുള്ളത് ഈ വചനഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത് തല പോയാലും നമ്മൾ ചെയ്യരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു 5 മാട്ടപാപങ്ങളുണ്ട്. തല പോയാലും ഈ പ്രവൃത്തിക്ക് നമ്മൾ പോകരുത്. ഒന്നാമത്തേത് വിഗ്രഹാരാധന നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ലേവ്യർ 20:6 വായിച്ചാൽ വിഗ്രഹാരാധന നടത്തിയാൽ നിന്നെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും, വേറെ അറുത്ത് കളയുന്നു. അതുകൊണ്ട് തല പോയാലും നമ്മൾ ചെയ്യരുതാത്ത ഒരു പാപമാണ് വിഗ്രഹാരാധന. രണ്ടാമത്തേത് അനുസരണക്കേട്. ജെറമ്യാ 12:17 അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വേരോടെ പിഴുത് നശിപ്പിക്കും, വേരോടെ പിഴുതെറിയും അനുസരണക്കേട് കാണിച്ചാൽ. യെശയ്യാ 1-ാം അധ്യായം അതിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ അനുസരിക്കാതിരുന്നാൽ ധിക്കാരം നിങ്ങൾ തുടർന്നാൽ വാളിനിരയായി തീരും എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തേതാണ് അഹങ്കാരം എന്ന മാട്ടപാപം. ഒരിക്കലും നമ്മൾ ഒന്നിൻ്റെയും പേരിൽ അഹങ്കരിക്കരുത്. ജെറമ്യാ 13:15 മുതൽ വായിച്ചാൽ അഹങ്കാരികൾക്ക് വെളിച്ചം തേടുമ്പോൾ കൂരിരുട്ടായിരിക്കും ലഭിക്കുക. അഹങ്കാരം മൂലം നമുക്കുണ്ടാകാവുന്ന ഒരവസ്ഥ, നമ്മൾ വെളിച്ചം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂരിരുട്ടായിരിക്കും. അതുപോലെ മരണത്തിൻ്റെ നിഴലിലും ഈ കൂരിരുട്ടും ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാലാമത്തേതാണ് അധർമ്മം. ജ്ഞാനം 3:19 വായിച്ചാൽ അധർമ്മിയുടെ തലമുറയ്ക്ക് ഭീകരനാശം സംഭവിക്കും. അധർമ്മം ചെയ്യുന്നവർക്കും അവരുടെ തലമുറയ്ക്കും ഭീകരനാശം. തല പോയാലും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകരുത്. അധർമ്മം എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കാത്ത അല്ലെങ്കിൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആ വിലക്ക് മറന്ന് ചെയ്യുന്നതാണ്. അവസാനത്തേതാണ് അസത്യം. സക്കറിയായുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 4 വരെ എന്ന് വായിച്ചാൽ മതി. കള്ളത്തരം കാണിക്കുക, കള്ളം പറയുക, ഉഡായിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് വരാവുന്നത് അവരുടെ ഭവനത്തിൻ്റെ മേൽ ആ പറക്കുന്ന ചുരുൾ അയക്കപ്പെടും. അത് എന്നിട്ട് ആ ഭവനത്തെ കംപ്ലീറ്റ് ഇടിച്ച് പൊളിച്ച് നാശമാക്കും എന്നുള്ളത് ആ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഈ 5 മാട്ടപാപങ്ങൾ തല പോയാലും ചെയ്യാൻ പോകരുത്. അങ്ങനെയുള്ളവർക്ക് അവരുടെ ആത്മാവിനെ സുരക്ഷിതമാക്കാൻ പറ്റും. മരണാനന്തരം അവർക്ക് സ്വർഗത്തിന് അർഹതയും ലഭിക്കും. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.